ഹലോ, വെൽക്കം ടു സാലി കിച്ചൺ. ഇന്ന് നമ്മൾ നമ്മുടെ സ്വന്തം അല്ലെങ്കിൽ കണ്ണൂരിൻ്റെ സ്വന്തം വെള്ളക്കരയപ്പം, അതായത് കണ്ണൂരപ്പമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. കണ്ണൂർ ബേക്കറികളിലൊക്കെ പോപ്പുലറായിട്ട് പോകുന്നൊരു സാധനമാണ് ഈ ഒരു വെള്ളക്കരയപ്പം. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് പച്ചരി ഒരു 4 മണിക്കൂറോളം കുതിർത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വേവിച്ച ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചോറ് ഞാൻ 2 ടേബിൾ സ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഈ ഒരു അപ്പത്തിന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പഴം ചേർത്ത് കൊടുക്കുക. ചെറുപഴം ഏതാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് പഞ്ചസാര കറക്റ്റ് മധുരം ഉണ്ടാവും. കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ എക്സ്ട്രാ കൂടി ചേർക്കാം. പിന്നെ ഒരു 1/4 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരു 1/4 കപ്പ് വെള്ളം മതി. നല്ല കട്ടിയിൽ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അരച്ച് കഴിഞ്ഞിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ലൂസായിക്കോളും. അപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് നല്ല കട്ടിയിൽ അരച്ചെടുക്കുക. ദാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അരച്ചെടുക്കണം. ഞാൻ ആ ബാറ്റർ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് ഈ ഒരു കൺസിസ്റ്റൻസി ആവണം. ഇതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൂടി മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ അരച്ചെടുക്കുക. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 6 മണിക്കൂറെങ്കിലും മിനിമം മാറ്റി വെക്കണം. ഇപ്പോൾ നമ്മുടെ മാവ് 6 മണിക്കൂർ മാറ്റി വെച്ച് നല്ല ഫെർമെൻ്റായി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4 ഏലക്ക ചതച്ചത് ഇതുപോലെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഇത് ലാസ്റ്റ് ചെയ്താൽ മതി. കണ്ടോ, മാവ് നമ്മൾ അരച്ച് വെച്ചതിനേക്കാളും കുറച്ച് ലൂസായിട്ടുണ്ട് നമ്മൾ ഫെർമെൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ. ഇനി ഒരു പരിപാടികളൊന്നും ഇല്ല, നമുക്ക് കണ്ണൂരപ്പം ചുട്ടെടുക്കേ വേണ്ടൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഉണ്ണിയപ്പ ചട്ടി ചൂടാക്കാൻ വെക്കുക. ഇതിൽ ഒരു പകുതിയോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നല്ലോണം ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീ നന്നായിട്ട് കുറച്ച് വെക്കുക. എന്നിട്ട് എല്ലാ കുഴിയിലും മാവ് ഒഴിച്ച് കൊടുക്കുക. മാവ് ഒഴിച്ചിട്ട് അതൊന്ന് വെന്ത് തുടങ്ങുമ്പോൾ തന്നെ മറിച്ചിട്ട് കൊടുക്കണം. ഇതിൻ്റെ കളറ് മുകൾ ഭാഗം നല്ല വൈറ്റ് കളറും സൈഡ് ഒരു ബ്രൗൺ, ചെറുതായിട്ടൊരു ബ്രൗൺ കളർ ഉണ്ടാവുക. താഴ്ഭാഗത്ത് അതുപോലെ ബ്രൗൺ കളർ ഉണ്ടാവുക. അപ്പോൾ ആദ്യം ഒന്ന് വെന്ത് തുടങ്ങുന്ന സമയത്ത് തന്നെ മറിച്ചിട്ട് കൊടുക്കുക. ആ മുട്ട പോലത്തെ ഭാഗം ഒരിക്കലും കളർ മാറരുത്. മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം താഴ്ഭാഗം സൈഡും മാത്രം നന്നായിട്ടൊന്ന് കളർ ചേഞ്ച് ആക്കി എടുക്കുക. ഈ ഒരു സമയത്ത് ഒന്ന് തീ കൂട്ടി വെക്കണം. പെട്ടെന്ന് റെഡിയായി കിട്ടും. ഇതുപോലെ ആയി കിട്ടും. നന്നായിട്ട് പൊങ്ങി ആ ഒരു ലുക്ക് തന്നെ കിട്ടിക്കോളും. അപ്പോൾ പെട്ടെന്ന് തിരിച്ചിടുന്നതുകൊണ്ടും എടുക്കുന്നതുകൊണ്ടൊന്നും അങ്ങനെ വേവാത്ത പ്രശ്നമൊന്നും ഉണ്ടാവില്ല. എന്തായാലും നന്നായിട്ട് തന്നെ റെഡിയായി കിട്ടും. അധികം ബ്രൗൺ കളർ ആവുമൊന്നും വേണ്ട കേട്ടോ. കണ്ണൂരപ്പം കഴിച്ചവർക്കും കണ്ടവർക്കൊക്കെ മനസ്സിലാവും. ആ സൈഡ് ഭാഗവും താഴ്ഭാഗവും ചെറിയൊരു ലൈറ്റ് ബ്രൗൺ കളർ ഉണ്ടാവും. അധികം അങ്ങ് കരിച്ച് കോരൊന്നും വേണ്ട. പഞ്ചസാര ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ റെഡിയാവും, കരിഞ്ഞു പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല സിമ്പിളാണ്. ഒരുപാട് പേര് വീഡിയോയിലൊക്കെ കമൻറ്റ് ചെയ്യാറുണ്ട് ഈ ഒരു അപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക. ഉൾഭാഗം ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും. ഓയിൽ ചെറുതായിട്ട് കുടിക്കുകയും നന്നായിട്ട് ഓയിൽ കുടിക്കുകയൊന്നും ചെയ്യില്ല. പൊതുവേ നമ്മുടെ നെയ്യപ്പം ഉണ്ണിയപ്പമൊക്കെ കഴിക്കുന്ന അതുപോലെ ഉണ്ടാവും. നല്ല സിമ്പിളാണല്ലോ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക. എപ്പോഴും വീട്ടിലുണ്ടാവുന്ന ചേരുവകൾ മാത്രമേ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക് യു.